ഏറ്റെടുക്കുന്ന ദൈവമേ, ഈശോയെ സകലത്തിന് ഉത്തരം തരുന്ന ദൈവമേ, ഈശോയെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവനെ, ഈശോയെ വഴി മുട്ടി നിൽക്കുമ്പോൾ വഴി തുറക്കുന്നവനെ ആരാധിക്കുന്നു. ഈശോ 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 ആരാധന 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 ഈശോ ഈശോ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നെഞ്ചോട് ചേർത്ത് വെച്ച് തിരുവോസ്തിയിലേക്ക് വന്ന ഈശോയെ നോക്ക്. ഇതാ ഈശോയിലേക്ക് നോക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ തിരുമുഖം നിനക്ക് ഈ തിരുവോസ്തി ദർശിക്കാൻ കഴിയണം. ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈശോയുടെ തിരുമുഖം ഈ തിരുവോസ്തിയിൽ കാണാൻ കഴിയുക. ഈശോയുടെ രക്തപ്പാടുള്ള മുഖം കാണാൻ കഴിയുക. ഈശോയുടെ മുൾമുടി ചൂടി നിൽക്കുന്ന, രക്തമൊഴിച്ചിറങ്ങി നിൽക്കുന്ന ആ തിരുമുഖത്തെ ഈ തിരുവോസ്തിയിൽ ദർശിക്കാൻ കഴിയുക ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈശോയെ അങ്ങയുടെ തിരുമുഖം ഈ പരിശുദ്ധ കുർബാനയിൽ ഞാൻ കാണുന്നു. ഈശോയെ അങ്ങയുടെ മുറിഞ്ഞ് രക്തമൊലിക്കുന്ന മുൾമുടി ചൂടിയപ്പെട്ട ആ ശിരസ് ഞാൻ ഈ പരിശുദ്ധ കുർബാനയിൽ കാണുന്നു. അതാണ് ജോൺ പോൾ രണ്ടാം പാപ്പ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, ഞാൻ ഈ തിരുവോസ്തിയിൽ എൻ്റെ ഈശോയുടെ തിരുമുഖം കാണുന്നു. ഞാൻ ഈ തിരുവോസ്തിയിൽ എൻ്റെ ഈശോയുടെ തിരുമുഖം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ നിനക്ക് തിരുമുഖ ദർശനം നൽകുവാൻ ഈശോ ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. നീ ശ്രദ്ധിച്ചു നോക്കിയേ, നിഴലുപോലെ ഒരു മുഖം രൂപം ഈ തിരുവോസ്തി നിനക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ച് ഏകാഗ്രതമായി ഈശോയെ മാത്രം മനസ്സിൽ വെച്ചിട്ട് നീ പരിശുദ്ധ കുർബാനയിലേക്ക് ഇപ്പോൾ നോക്കിയാൽ ഇതാ നിഴലുപോലെ അവന്റെ ഒരു മുഖം അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ പരിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ നിഴലുപോലെ ഒരു മുഖം തെളിഞ്ഞു വരുന്നുണ്ട്. ഈശോയെ നീ നിന്റെ തിരുമുഖ ദർശനം നൽകുന്ന സമയമാണല്ലോ. യേശുവേ, നിന്റെ മുഖം ദർശിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. എന്നിട്ടും ഈ അപ്പത്തിൽ നിന്റെ മുഖം ഇപ്പോൾ ഒരു നിഴലായി എനിക്ക് കാണിച്ചു തരുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, സത്യമായ ശ്രദ്ധാപരമായ യേശുവിന്റെ മുഖമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. ഇതാ ഒരു നിഴലായി ഈശോ എപ്പോൾ അവന്റെ മുഖം തൻ്റെ മുന്നിൽ കണ്ണുനീരോടെ വന്നിരിക്കുന്ന സകലർക്കും നൽകുന്നുണ്ട്. കണ്ണുനീരോടെ വന്നിരിക്കുന്നവർക്ക് മാത്രം തരുന്ന ആ ദർശനമാണിത്. ആ ദർശനത്തെ കണ്ണ് തുറന്ന് ഈശോയിലേക്ക് നോക്കുക. എൻ്റെ ഈശോ എനിക്ക് ഉത്തരം തരുന്നതാണ്. ഒരു നിഴലായി അവൻ്റെ മുഖത്തെ ഈ തിരുവോസ്തിയിൽ കാണിച്ചു തന്നുകൊണ്ട് എൻ്റെ പ്രതിസന്ധിക്ക് അവൻ ഉത്തരം തരുന്നതാണ്. മക്കളെ, ഈ മുഖം പോലെ എൻ്റെ മുഖം എപ്പോഴും നിന്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പു തരുന്നതാണ് അവൻ്റെ തിരുമുഖ ദർശനം ഈ തിരുവോസ്തി തന്നുകൊണ്ട്. ഈശോയെ കാണുക. കരകതോടി വെച്ച് ഈശോയെ കാണുക. ഈശോയെ നോക്കിക്കൊണ്ട് ശാന്തമായിരിക്കാം. ഈശോയെ നോക്കി ശാന്തമായിരിക്കാം. സാമുവേലിന്റെ 2-ാം പുസ്തകത്തിന്റെ 23-ാമത്തെ അധ്യായത്തിന്റെ 6-ാം തിരുവചനം, ദൈവ ചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട കല്ല് പോലെയാണ്. ശ്രദ്ധിക്കണേ, ദൈവ ചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട കല്ല് പോലെയാണ്. ഇതാണ് തിരുവചനം പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ വന്നിരിക്കുന്നതിന് ഒരു പ്രത്യേക നിയമം ഉണ്ടല്ലേ. ഞാൻ എപ്പോഴും പറയും, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം വരണമെന്ന്. അങ്ങനെ മാത്രം വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല. നമ്മുടെ മനസ്സിൽ ഒരു നിയമം ആയിക്കോട്ടെ, തമ്പുരാന് കൊടുക്കുക. പ്രിയരെ, എന്തുകൊണ്ടാണ് ഈ നിയോഗം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ദൈവവചനം പറഞ്ഞത്. നമ്മൾ പറയാ, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഞാൻ ദൈവത്തിന്റെ മുമ്പിലേക്ക് വന്നു, ഒത്തിരിയേറെ ഞാൻ ദൈവത്തെ നിലപിടിച്ചു, ഞാൻ ഒത്തിരി കൊന്ത ചൊല്ലി, എന്നിട്ടും എന്റെ കാര്യം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് മുമ്പിലേക്ക് വരിക. ഇതാ നിന്റെ പ്രതിസന്ധിക്ക് കാരണം, അല്ല നീ ചോദിച്ചിട്ട് കിട്ടാത്തതിന് കാരണം നിനക്ക് ദൈവ ചിന്തയില്ല. പള്ളിക്കകത്ത് വന്നു, കുറെ സ്തുതിച്ചു, കുറെ പറഞ്ഞു, പോയി. പിന്നെ എവിടെ ദൈവചിന്ത? പിന്നെ നമ്മളായി, നമ്മുടെ പാടായി, നമ്മുടെ വഴിയായി. ദൈവചിന്തയില്ല.
പിന്നെ നമുക്ക് ദൈവചിന്ത വരുന്നത് എപ്പോഴാ? എവിടെയെങ്കിലും ഒന്ന് കുർബാനയ്ക്ക് കയറുമ്പോൾ, അല്ലെ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ നമുക്ക് ദൈവചിന്തയായി. പ്രിയപ്പെട്ടവരാ, നിരന്തരം നിന്റെ തലമണ്ട ദൈവചിന്തയാൽ നിറഞ്ഞിരിക്കുമ്പോൾ, നിരന്തരം നിന്റെ ബുദ്ധി ദൈവചിന്ത കൊണ്ട് നിറയുമ്പോൾ, നിരന്തരം നിന്റെ പ്രവൃത്തി ദൈവചിന്തകൾ കൊണ്ട് നീ ചെയ്യുമ്പോൾ, നിരന്തരം നിന്റെ അധ്വാനം ദൈവചിന്തകൾ കൊണ്ട് നീ ചെയ്യുമ്പോൾ, അവിടെ ദൈവം മഹത്വപ്പെടുന്നു. ദൈവചിന്തയില്ലാത്ത പ്രവൃത്തി അത് നിർജീവമാണ്. ദൈവചിന്തയില്ലാത്ത മനുഷ്യൻ അവൻ എറിഞ്ഞു കളയേണ്ടവനാണ്. ദൈവചിന്തയില്ലാത്ത ആലോചന പരാജയത്തിൻ്റെതാണ്. ദൈവചിന്തയില്ലാത്ത അപേക്ഷകൾ അതൊരിക്കലും ഫലമണിയുകയില്ല. ദൈവചിന്തയില്ലാത്ത ആഗ്രഹങ്ങൾ അത് ദുരാഗ്രഹങ്ങളായി മാറും. ദൈവചിന്തയില്ലാത്ത സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങളായി അധപതിക്കും. ദൈവചിന്തയില്ലാത്ത അഭിലാഷങ്ങൾ അത് നമ്മളെ കഷ്ടകാലത്തിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതാ നിനക്ക് ദൈവചിന്ത എപ്പോഴും ഉണ്ടോ എന്ന് നീ പരിശോധിക്കുക. അങ്ങനെ ദൈവചിന്തയില്ല എങ്കിൽ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെ നമ്മുടെ ജീവിതം, എറിഞ്ഞു കളയേണ്ട കല്ല് പോലെ അല്ല മുള്ളുപോലെ നമ്മുടെ ജീവിതം നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കലും തിരസ്കരിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുക. അതുകൊണ്ടാണ് ആ ദൈവം നമ്മളെ നോക്കിയിട്ട് മകനെ എന്ന് വിളിക്കുന്നത്, മകനെ മകളെ എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മകനെ എന്ന് വിളിച്ച് മകളെ എന്ന് വിളിച്ച് സ്വന്തമാക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പില് നമ്മൾ വ്യാപരിക്കുമ്പോൾ സദാസമയവും ദൈവചിന്ത തലക്കകത്ത് വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും ജോലി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് വചനം വീണ്ടും തുടർന്ന് പറയുന്നത്, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ദിനവൃത്താന്ത പുസ്തകം 2:15. നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. എന്തിനാണ് കൈ തളരാതിരിക്കേണ്ടത്? ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവകരങ്ങളിലേക്ക് മോശ കരമുയർത്തിയതുപോലെ ഉയർത്തിപ്പിടിക്കാൻ, കുടുംബത്തിന് വേണ്ടി അപ്പൻ കരമുയർത്തി, അമ്മ കരമുയർത്തി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബം ദൈവാനുഗ്രഹത്താൽ മുടിചൂടിക്കപ്പെടും. ആ കുടുംബം ദൈവ കൃപകളാൽ അലങ്കരിക്കപ്പെടും. ആ കുടുംബം ദൈവ സ്നേഹത്താൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും. ആ കുടുംബം ദൈവത്തിന്റെ അതുല്യമായ ശക്തിയാൽ പിടിക്കപ്പെട്ട കുടുംബമാകും. അപ്പൊ കരം ഉയർത്തുക എന്നതാണ്. മടുപ്പ് കൂടാതെ ദൈവചിന്തയോടെ കരമുയർത്തി പ്രാർത്ഥിക്കുക. മടുപ്പ് കൂടാതെ ദൈവചിന്തയോടെ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ കരത്തെ തന്നെ വിട്ടുകൊടുക്കുക. മടുപ്പ് കൂടാതെ ദൈവചിന്തയോടുകൂടി നമ്മുടെ പ്രവൃത്തികളെ, അധ്വാനങ്ങളെ മുഴുവൻ ദൈവത്തിന്റെ സന്നിധി വിട്ടുകൊടുക്കുക. നമ്മളായിട്ട് ചെയ്യുന്നതിനകത്തൊക്കെയാണ് പരാജയം. ഓരോരുത്തരും ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ട് ഈ ലക്ഷങ്ങൾ കടം കയറി, എന്തുകൊണ്ട് കോടികൾ കടം കയറി? നമ്മളായിട്ട് കുറെ കാര്യം ചെയ്തു, അല്ലെ? ദൈവമായിട്ടല്ല, നമ്മളായിട്ട് ചെയ്തു. അങ്ങനെ നമ്മളായിട്ട് ചെയ്ത വഴികളിലൊക്കെ നമുക്ക് പരാജയമുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഇങ്ങനെ കോടികൾ കടമുള്ളവരോട് ചോദിക്കാറുണ്ട്, ഇതെന്തേ ഇങ്ങനെ? അപ്പൊ ചെന്നം പറയുന്ന മറുപടി കേട്ടപ്പോ എനിക്ക് തോന്നി, നമ്മളായിട്ട് കണ്ടെത്തിയ വഴികളാണ്. കാരണം എന്നാ, ഒരു സാമാന്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു, നല്ല ബിസിനസ് ഒക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് തോന്നുന്നത്, പിന്നെ കുറെ കൂടെ വലുതാക്കാം. നമ്മളായിട്ടൊരു ചിന്ത എടുക്കുകയാണ്. കുറെ ദൈവം ഇപ്പൊ സാമാന്യം നന്നായിട്ട് പോകാനുള്ള അവസരം കൊടുത്തതാ. ദൈവം സാമാന്യം നന്നായിട്ട് പോകാനുള്ള സമ്പത്തും സൗകര്യങ്ങളും ബിസിനസ്സും അല്ല പൈനാപ്പിൾ കൃഷിയൊക്കെ ആയിട്ടൊക്കെ പോയതാ. പക്ഷേ അതിനെക്കാട്ടിനും വലുതാകണമെന്നൊരു ചിന്ത തലക്കകത്തേക്ക് കയറി. ദൈവം കൊടുത്തതിനേക്കാളും വലുതാകണമെന്നൊരു ചിന്ത തലക്കകത്ത് കയറിയപ്പോ എന്ത് പറ്റി? കൂടുതൽ ബിസിനസ്സിന് ഇറങ്ങി, കൂടുതൽ പൈനാപ്പിൾ കൃഷിക്ക് ഇറങ്ങി, കൂടുതൽ പരിപാടിക്ക് ഇറങ്ങി. എന്ത് പറ്റി? ദൈവം ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ദൈവം തന്നതിനപ്പുറത്തേക്ക് വലുതാകാൻ നോക്കിയപ്പോ സകലതും പൊട്ടിപ്പോയി. അപ്പൊ ദൈവം തന്നത് കൂടെ അതിന്റെ കൂടെ അങ്ങ് പോയി. ഇതാണ് പ്രശ്നം. നമുക്ക് ദൈവം തരുന്ന ഒരു നിശ്ചിത അളവുണ്ട് കേട്ടോ. നമ്മൾ അളവിലേക്കൊന്ന് നോക്കി വെക്കണം. നമുക്ക് ദൈവം തരുന്ന ഒരു നിശ്ചിത അളവുണ്ട്. അളവിൽ ദൈവം ഇങ്ങനെ സമർത്ഥമായി തരും. പക്ഷേ ആ അളവ് കെട്ടിക്കഴിയുമ്പോ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ബലൂൺ പോലെ വീർത്തേക്കാവെന്ന് വിചാരിച്ചാൽ ഒരു സൂചിയുടെ ഒരു കുത്ത് ബലൂൺ പൊട്ടി തകർന്ന് തരിപ്പണമാകുന്ന പോലെ ഊതി വീർപ്പിക്കപ്പെടുന്നത് മുഴുവൻ പൊട്ടി തകർക്കപ്പെടും. ഇതാണ് നമ്മുടെ പ്രശ്നം. പലർക്കും വന്ന ഒത്തിരിയേറെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ഏതെന്ന് പരിശോധിച്ചാൽ ഇതാ ദൈവം തന്നതിനപ്പുറത്തേക്ക് ഒരു വളർച്ച കാക്ഷിച്ചതാണ്. ദൈവം തന്നതിനപ്പുറത്തേക്കൊരു ജോലി അന്വേഷിച്ചതാണ്. ചെന്നൊക്കെ എനിക്കറിയാം, ഇവിടെ നന്നാന്തരമായിട്ട് 1 ലക്ഷം രൂപ ഒക്കെ സാലറി പറ്റിക്കൊണ്ടിരുന്നവൻ അതിനേക്കാൾ അപ്പുറത്തൊന്ന് വളരാൻ നോക്കി, അപ്പുറത്ത് വിദേശത്തേക്ക് പോയി. ഇപ്പൊ ഒരു ജോലിയില്ല.
പാക്കിങ്ങാ ജോലി. ചോദിക്കുമ്പോൾ പറയും പാക്കിങ്ങാ ജോലി. ഇനി 1 ലക്ഷത്തിലേക്ക് തിരിച്ചു വരാൻ നോക്കിയാലോ അതിന് ആ ജോലി നീ കിട്ടാനും പോണില്ല. 1 ലക്ഷം കിട്ടുന്നവൻ അതിന് മോഡിലേക്കൊന്ന് വളരാൻ നോക്കിയതാ. പക്ഷെ എന്ത് പറ്റി? 1 ലക്ഷവും പോയി. ഇപ്പൊ 30,000-നും 60,000-നും ജോലി ചെയ്യേണ്ട ഗതി. പഠിച്ചത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. അപ്പൊ നമ്മള് നന്നായിട്ട് ദൈവത്തിനിരുന്ന് ധ്യാനിച്ച് ചിന്തിച്ചിട്ടേ നമ്മള് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാവൂ. നമുക്കിവിടെ സാമാന്യമായ ഒരു ജോലി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുമ്പോ ദൈവ സന്നിധി വന്നിട്ട് കുത്തിയിരുന്നിട്ട് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഇത് നിന്റെ ഇഷ്ടമാണോ? നിന്റെ ഇഷ്ടമാണോ? ഇപ്പൊ നമുക്ക് ജീവിക്കാവുന്ന സാമാന്യ ഒരു ബിസിനസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് സന്നിധി വരണം. 1 നാളല്ല, 2 നാളല്ല, ചിലപ്പോ മാസങ്ങൾ വന്ന് കുത്തിയിരുന്ന ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഇതെനിക്ക് വേണ്ടുന്നതാണോ? ഇതെന്റെ വളർച്ചയ്ക്കാണോ തകർച്ചയ്ക്കാണോ എന്ന് ചോദിക്കണം. നമുക്ക് ചോദിക്കാൻ മാത്രം സമയം. ഞൊടിയടി തീരുമാനം എടുക്കുന്നു, നടപ്പിലാക്കുന്നു, പോകുന്നു. ദൈവത്തിന്റെ സന്നിധി വന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ആലോചിക്കാനായിട്ട് താല്പര്യമില്ല. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ദേവാലയത്തിലേക്ക് പോകണം. അവിടെ പരിശുദ്ധ കുർബാന തമ്പുരാനുണ്ട്. ആ സക്രാരിക്ക് മുമ്പിൽ അങ്ങ് മെനക്കെട്ട് ചില നേരം കുത്തി അങ്ങിരിക്കണം. എന്നിട്ട് ദൈവത്തോട് ചോദിക്കണം, ദൈവം ഇതിനപ്പുറത്തേക്ക് പോകണോ? ഇതിനപ്പുറത്തേക്ക് ബിസിനസ് വേണോ? ഇതിനപ്പുറത്തേക്ക് വളരണോ? നീ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. അവിടെ കണ്ണടച്ചിരുന്നങ്ങ് പ്രാർത്ഥിക്ക്. കണ്ണടച്ചിരുന്ന് നിനക്കറിയാവുന്ന പ്രാർത്ഥന അങ്ങ് ചൊല്ല്. 1 ദിവസം, 2 ദിവസം, അല്ല 3 ദിവസം, അല്ല 5 ദിവസം, 10, 15, 20, 30 ഇരിക്ക്. എന്നിട്ട് തമ്പുരാൻ തരുന്ന തീരുമാനം എടുക്ക്. ഒരു വിവാഹം, ഞാൻ പറയാം, അതുപോലെ മക്കൾക്ക് വിവാഹം നടക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ എല്ലാ ദിവസവും കുറെ നേരം എന്റെ ദേവാലയ മധ്യത്തിൽ കുടികൊള്ളുന്ന തമ്പുരാന്റെ മുമ്പേ ഇതുപോലെ തമ്പുരാൻ ഇരിപ്പുണ്ട്. അവിടെ വാതിലടച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അകത്തുണ്ട്. പക്ഷെ അവന്റെ മുമ്പിലേക്ക് പോയി ഇരുന്ന് അങ്ങ് കൊടുക്ക്. കണ്ണുകൾ അടച്ച് മക്കളെ മനസ്സിൽ പ്രതീക്ഷിച്ച് മാതാപിതാക്കന്മാര് ദൈവത്തോട് പറ, എന്റെ ദൈവമേ ഈ വിവാഹം വേണോ? കണ്ടെത്തിയാൽ, അല്ലെ എന്റെ ദൈവമേ എന്റെ മക്കൾക്ക് ഉചിതമായ ജീവിത പങ്കാളി നീ താ. നിന്റെ ആഗ്രഹം, നിന്റെ ഇഷ്ടം, നിന്റെ തീരുമാനം, നിന്റെ അഭിലാഷം നടപ്പിലാകട്ടെ. 1 അല്ല, 15 അല്ല, 20 അല്ല, 30 അല്ല, 60 ദിവസം ഇരിക്കേണ്ട വന്നാ ഇരിക്കണം. അതിരിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്ന ഓരോ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം നോക്കുന്ന ആളാണ്. അടിസ്ഥാനം ഞാൻ കാണുന്നത് ഇങ്ങനെ ഇരിക്കാൻ ക്ഷമയില്ല, ഇങ്ങനെ ഇരിക്കാൻ മനസ്സില്ല, ഇങ്ങനെ ഇരിക്കാനുള്ള മനോഭാവം ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഉചിതമായ തീരുമാനം, ഉചിതമായ ജീവിത പങ്കാളി, ഉചിതമായ ജോലി, ഉചിതമായ വളർച്ച അത് കിട്ടാതെ തകർക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ദൈവം തരുന്ന ഏക ചിന്ത ഇതാ, എന്തെങ്കിലും പ്രധാനപ്പെട്ടതുണ്ടെങ്കിൽ അവന്റെ മുന്നിൽ ദിവസങ്ങൾ കുത്തിയിരുന്ന് തമ്പുരാനോട് ആലോചന ചോദിക്കുക. ഇരുന്നില്ലേ ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സെക്കേനോട്ട് ശാലയിൽ കഥകല്ല അടച്ചു പൂട്ടി അകത്ത് കയറി വേറെ ചിന്തയൊന്നുമില്ലാതെ, ദൈവമേ ഞങ്ങൾ ഇനി എന്ത്? ദൈവമേ ഇനി ഞങ്ങൾ എന്ത്? ഉന്നതത്തിലെ ശക്തിയെ തരണേ തരണേ എന്ന് പറഞ്ഞ് അവർ കഥ കടച്ചവടെ കൂത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ശക്തി നേടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ വൻ കൊടുങ്കാറ്റായി മാറിയില്ലേ? ഇതാണ് ഒരപ്പം കുത്തിയിരുന്ന കിട്ടാൻ പോകുന്നത്. ഒരമ്മ തമ്പുരാന്റെ മുമ്പിൽ ദിവസങ്ങളെ കുത്തിയിരുന്ന, ഒരു മകനോ ഒരു മകളോ യുവാവോ യുവതിയോ കുത്തിയിരുന്ന കിട്ടുന്ന അനുഗ്രഹം കൊടുങ്കാറ്റുപോലെ ദൈവശക്തി നമ്മളിലേക്ക് വരും. നമ്മൾ ഉചിതമായ വളർച്ച വഴികളിലൂടെ നടക്കും. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം ഉചിതമായ വളർച്ച വഴികളിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് തമ്പുരാൻ. കണ്ണുകൾ തമ്പുരാനിലേക്ക് പിടിച്ച് കരകൾ നെഞ്ചോട് ചേർത്ത് വയ്ക്ക്. തമ്പുരാനെ ഉചിതമായ വഴികളിലൂടെ നടക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ പൊറുക്കണമേ എന്ന് പറ. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്തു കൂട്ടിയ വഴികളിൽ വന്നുപോയ പിഴവുകളെ അങ്ങ് പരിഹരിക്കണമേ എന്ന് പറ. കർത്താവായ ദൈവമേ, നിന്റെ കരുണയും കൃപയും ധാരാളമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പറ. ഏതെങ്കിലും ഒക്കെ തമ്പുരാന്റെ ആലോചന ചോദിക്കാതെ ചെയ്ത പ്രവർത്തികളോ, ജോലികളോ, ബിസിനസ്സോ, കച്ചവടോ, കൃഷിയോ എന്തുവാകട്ടെ, അതിൽ വന്ന തകർച്ചകളെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. തമ്പുരാനോട് പറ, ആലോചന ചോദിച്ചേ ചെയ്യുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. അവിടെ മുഖത്തോട് മുഖം തിരിഞ്ഞ് തോളിലോ തലയിലോ കൈവയ്ക്കുക. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കും, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിൽ കിടക്കുന്ന ശാപങ്ങൾ, ശിക്ഷകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ചങ്ങലകൾ നിങ്ങൾക്കറിയില്ല, പക്ഷെ അവർക്കറിയാം. അവര് കിടക്കുന്ന, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിൽ കിടക്കുന്ന സകലവിധ ശാപബന്ധനങ്ങളും വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് തലമുറകളായി ലഭിച്ചിരിക്കുന്ന സകല പ്രശ്ന പ്രതിസന്ധികൾ വരെ വിട്ടുപോകാനാ പ്രാർത്ഥിക്കുക. പൂർവ്വപിതാക്കന്മാർ വഴി വന്നു പോയ സകല
ശിക്ഷകളും അകറ്റപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുക. 10 കൽപ്പനകൾ ലംഘിച്ച് നമ്മളും നമ്മുടെ അമ്മമാരും ഒക്കെ ചെയ്ത് കൂട്ടിയ പാപത്തിന്റെ പരിണതപരമായി വന്ന തകർച്ചകളെയാണ് ബന്ധിക്കാൻ പോകുക. പ്രവണതകൾ വഴി നമ്മളിലേക്ക് വന്നിരിക്കുന്ന പരാജയങ്ങളെയാണ് ബന്ധിക്കാൻ പോവുക. നമ്മുടെ സകല വിധത്തിലുള്ള പ്രവർത്തികൾ മൂലം വന്നു ചേർന്ന അബദ്ധ പ്രവർത്തികളിൽ